എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിക്രമാദിത്യ കഥകളെ പറ്റിയാണ്. ഭാരതത്തിലെ പ്രാചീന കഥാസമാഹാരങ്ങളിൽ വിക്രമാദിത്യ കഥകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. നൂറ്റാണ്ടുകളായി എല്ലാ ദേശത്തെയും എല്ലാ പ്രായക്കാരെയും ആകർഷിച്ചു പോരുന്നവയാണ് ഈ കഥകൾ. ആദ്യം സംസ്കൃത ഭാഷകളിലാണ് ഈ കഥകൾ രൂപം കൊണ്ടത്. നാടോടി കഥകളുടെ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്ന കഥകളെ പരിഷ്കരിച്ച് സമാഹരിച്ചതാവാം വിക്രമാദിത്യ കഥകളുടെ മൂലരൂപം. പക്ഷേ ഇത് ചെയ്തതാരെന്നോ ഏത് കാലത്തെന്നോ അറിയാൻ കഴിഞ്ഞിട്ടില്ല. 11 13 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ കഥകൾ രൂപം കൊണ്ടതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ഭാരതീയ ഭാഷകളിലേക്കും വിക്രമാദിത്യ കഥകൾ സംക്രമിച്ചിട്ടുണ്ട്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ സി മാധവൻ പിള്ളയാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഭോജരാജ ചരിത്രം. അത്ഭുത വിക്രമാധികൃത ശക്ര പരാക്രമിയായിരുന്ന ഭോജരാജൻ്റെ ചരിത്രത്തോടു കൂടിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. പണ്ടൊരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ സർവാഭീഷ്ട സന്തായികയായ കാമധേനു എന്ന ഗോവിനെ വിശ്വാമിത്ര മഹർഷി ബലാൽ അപഹരിച്ചു കൊണ്ടുപോയി. അതിനെ വീണ്ടെടുക്കുവാനായി വസിഷ്ഠൻ ഉത്തുംഗമായ ഒരു പർവ്വതമുകളിൽ ഒരു അഗ്നികുണ്ഡം നിർമ്മിച്ച് ഒരു മഹായജ്ഞം ആരംഭിച്ചു. ഹോമാഗ്നിയിൽ നിന്ന് അപൂർവ തേജസ്വിയും മഹാപ്രതാപശാലിയുമായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് വസിഷ്ഠ മഹർഷിയുടെ ഏതാജ്ഞയും ശിരസ വഹിക്കുവാൻ സന്നദ്ധനായി നിലകൊണ്ടു. വസിഷ്ഠന്റെ ആജ്ഞ അനുസരിച്ച് ആ ദിവ്യപുരുഷൻ വിശ്വാമിത്രനെയും അനുചരന്മാരെയും പരാജയപ്പെടുത്തി ഗോവിനെ വീണ്ടെടുത്തു മഹർഷിയുടെ മുമ്പിൽ ഹാജരാക്കി. ഇതിൽ അതീവ സന്തുഷ്ടനായി തീർന്ന വസിഷ്ഠൻ ജേതാവിനെ സർവാത്മന അനുഗ്രഹിച്ചു. ഭവാൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. ഭാവിയിൽ അങ്ങ് ഒരു ചക്രവർത്തിയായിത്തീരും. പ്രസ്തുത അനുഗ്രഹത്തിന്റെ ഫലമായിട്ടെന്നോണം ദിവ്യ തേജസ്വിയായ ആ മഹാപുരുഷൻ അവിചേരേണ ഒരു വിസ്തൃതനായ ചക്രവർത്തിയായി തീരുകയും ചെയ്തു. അദ്ദേഹം അത്രേ അഗ്നിവംശോത്ഭവന്മാരെന്ന് പ്രഖ്യാതരായ പരമക്ഷത്രിയ വംശജനായ ഭോജരാജൻ. മാളവദേശവും സമീപവുമുള്ള മറ്റേതാനും രാജ്യങ്ങളും ഭോജരാജന്റെ ഭരണപരിധിയിൽപ്പെട്ടിരുന്നു. ധാരാനഗരമായിരുന്നു തലസ്ഥാനം. അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചു പോകയാൽ വലിയച്ഛനായ മുഞ്ചരാജന്റെ സംരക്ഷണയിലാണ് ഭോജൻ വളർന്നു വന്നത്. ഒരു ദിവസം ജ്യോതിശാസ്ത്രാദികളിൽ മഹാപണ്ഡിതനെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജ്യോതിഷികൻ രാജസന്നിധിയിലെത്തി. അദ്ദേഹം ലക്ഷണശാസ്ത്രപ്രകാരം മുഞ്ചരാജന്റെ ഭാവിഭൂത വർത്തമാന വിശേഷങ്ങൾ മുഴുവൻ പ്രവചിച്ചു. ഇവയിൽ പലതും തനിക്ക് മാത്രം അറിയാവുന്ന പരമരഹസ്യങ്ങളാണെന്നാണ് ഇതുവരെ മുഞ്ചൻ ധരിച്ചിരുന്നത്. അപ്രകാരമുള്ള യഥാർത്ഥതാ പ്രവചനത്തിൽ അതീവ സന്തുഷ്ടനും വിസ്മയാധീനനുമായി തീർന്ന മുഞ്ചരാജൻ ബാലനായിരുന്ന ഭോജനെ തൻ്റെ സവിധത്തിലേക്ക് ആനയിച്ച് കുമാരൻ്റെ കൂടെ ലക്ഷണങ്ങൾ പരിശോധിച്ച് ഫലപ്രവചനം നടത്തുവാൻ അപേക്ഷിച്ചു. അതീവ തേജസ്വിയായ ബാലന്റെ ദർശന മാത്രയിൽ തന്നെ ജ്യോതിഷികൻ വിസ്മയസ്തബ്ധനായി. അദ്ദേഹം പറഞ്ഞു, അസാമാന്യമായ ദിവ്യഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബാലൻ കാലാന്തരത്തിൽ വിശ്വവിഖ്യാതനായ ഒരു ചക്രവർത്തിയായി തീരും. അതുവരെ ചാരിതാർത്ഥ്യം അലതല്ലിയിരുന്ന മുഞ്ചന്റെ മുഖഭാവം പെട്ടെന്ന് ബീഭത്സമായി രൂപാന്തരപ്പെട്ടു. ജ്യോതിഷികന്റെ പ്രവചനം സഫലമാകുന്ന പക്ഷം അത് തൻ്റെയും തൻ്റെ മക്കളുടെയും അധപതനത്തിനോ നിർമൂലനാശത്തിന് തന്നെയോ ഹേതുവായി തീരുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീതി. പക്ഷേ ഇതൊന്നും പുറമേ കാണിക്കാതെ അദ്ദേഹം ജ്യോതിഷികന് വിലപിടിപ്പുള്ള പല പാരിതോഷികങ്ങളും സമ്മാനിച്ച് സന്തുഷ്ടനാക്കി യാത്രയച്ചു. അദ്ദേഹത്തിൻ്റെ അനന്തര ചിന്തകൾ മുഴുവൻ ഭോജനിഗ്രഹത്തെ പറ്റിയായി. അദ്ദേഹം മന്ത്രിയെ അരികിൽ വിളിച്ച് ഇപ്രകാരം രഹസ്യമായി ആജ്ഞാപിച്ചു, അല്ലയോ വിശ്വസ്ത മന്ത്രി, നാം അതികരാളമായ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഘോര വിപത്തുകൾ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. പക്ഷേ അത് സാരമില്ല. അവയെ തരണം ചെയ്യുവാനുള്ള ഉപായങ്ങൾ ഈ മുഞ്ചരാജന്റെ പക്കലുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഭോജരാജകുമാരനെ പരമരഹസ്യമായി നമ്മുടെ കാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാളിക്ക് ബലി കൊടുക്കണം. നമ്മുടെ പ്രസ്തുത ആജ്ഞ നിങ്ങൾ നിർവഹിച്ചു എന്നതിന് മതിയായ തെളിവ് നൽകി നമ്മെ ബോധ്യപ്പെടുത്തുകയും വേണം.
സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായ രാജകുമാരനെ കാളിക്ക് ബലി കൊടുക്കുക. ഒരു അശ്നിപാതം എന്നോണം രാജാജ്ഞ മന്ത്രിയെ ഞെട്ടിപ്പിച്ചു. പക്ഷേ നിവൃത്തിയില്ല. അത് നിർവഹിച്ചില്ലെങ്കിൽ ശിരച്ഛേദമായിരിക്കും തൻ്റെ അടുത്ത അനുഭവം. ദേവീപ്രസാദമുണ്ടെങ്കിൽ തനിക്ക് കുമാരനെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി മന്ത്രി അന്ന് രാത്രി തന്നെ കുമാരനെയും കൂട്ടിക്കൊണ്ട് കാളി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭക്തി പാരവശ്യത്തോടുകൂടി ദേവി വിഗ്രഹത്തിനു മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എഴുന്നേറ്റ ശേഷം ഉത്കട ശോകനിർഭരമായി ഗദ്ഗദവാണിയിൽ കുമാരനെ അറിയിച്ചു. അരുമകുമാരൻ, അടിയന് മാപ്പ് നൽകിയാലും അങ്ങയെ ഇന്ന് രാത്രി കാളിക്ക് ബലി കൊടുക്കുവാൻ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അടിയനോട് കൽപ്പിച്ചിരിക്കുന്നു. അതിലേക്കാണ് അടിയൻ അങ്ങയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഫോജ രാജകുമാരൻ അല്പനേരം ഒരു നിശ്ചല പ്രതിമ പോലെ നിലകൊണ്ടു. അനന്തരം തികച്ചും അശോഭ്യനായി അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഒരു തരത്തിലും ഖേദിക്കരുത്. രാജാജ്ഞയാണ്, അത് നിർവഹിച്ചു തന്നെ തീരണം. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും ആ പൈശാചിക കൃത്യം നിർവഹിക്കുകയില്ല. എൻ്റെ ശിരസ് രാജകോപത്തിനിരയായി 1000 ഖണ്ഡങ്ങളായി പൊട്ടിത്തെറിച്ചാലും ശരി, ചതിയെ ചതി കൊണ്ട് അഭിമുഖീകരിക്കണമെന്നാണല്ലോ പ്രമാണം. അങ്ങ് ഒരു കാര്യം ചെയ്യണം. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഏതാനും തുള്ളി രക്തം ഖഡ്ഗമുന കൊണ്ട് കുത്തിയെടുത്ത് എന്നെ ഏൽപ്പിക്കണം. അത് ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ആ ഉപദേശം രാജകുമാരനും സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് അദ്ദേഹം ഒരു മരപ്പട്ടയിൽ ഖഡ്ഗം കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തമെടുത്ത് ഒരു പദ്യം എഴുതി മന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. ഐഹിക ജീവിതത്തിൻ്റെ നശ്വരതയും പാപപുണ്യങ്ങളുടെ അനന്തരഫലങ്ങളെയും പറ്റിയുള്ളതായിരുന്നു പദ്യം. പ്രസ്തുത രക്തലിപ്തമായ മരപ്പട്ട വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചു വച്ച ശേഷം മന്ത്രി തുടർന്നു, ഇനി അങ്ങ് ഒരു കാര്യം ചെയ്യണം. ഞാൻ അങ്ങയെ ഒരു നിഗൂഢ സ്ഥാനത്ത് രഹസ്യമായി സൂക്ഷിച്ചു കൊള്ളാം. ഒരു നിർദ്ദിഷ്ട കാലം വരെ അങ്ങനെ കഴിഞ്ഞാൽ മതി. രാജാജ്ഞ അനുസരിച്ച് ഞാൻ അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. എൻ്റെ മേൽപ്പറഞ്ഞ നിർദ്ദേശം അങ്ങ് കൈക്കൊള്ളണമെന്ന് ഞാൻ ഏറ്റവും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇപ്രകാരം നിർദ്ദേശിച്ചുകൊണ്ട് മന്ത്രി ഉത്കണ്ഠാകുലനായി നിലകൊണ്ടു. രാജകുമാരൻ കുറേ നേരം മൗനം അവലംബിച്ചു. അത് അനുവാദമായി സങ്കല്പിച്ച മന്ത്രി സുരക്ഷിതമായ ഒരു രഹസ്യ സങ്കേതത്തിൽ രാജകുമാരനെ പാർപ്പിച്ച ശേഷം നേരെ കൊട്ടാരത്തിലെത്തി. മുഞ്ചനെ ചോര പുരണ്ട വാൾ കാണിച്ച് തൃപ്തിപ്പെടുത്തി കുമാരൻ കൊടുത്തയച്ചിരുന്ന പദ്യവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മുഞ്ചന് യാതൊരു സംശയവും തോന്നാത്ത വിധം ഭോജവധം അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ തന്ത്രജ്ഞനായ മന്ത്രിക്ക് സാധിച്ചു. പക്ഷേ മരപ്പട്ടയിൽ രക്തലിപികളിൽ ആലേഖനം ചെയ്തിരുന്ന പദ്യത്തിൻ്റെ പൊരുൾ ജന്മന ഭീരുവായിരുന്ന അദ്ദേഹത്തെ സംഭ്രാന്ത മാനസനാക്കി തീർത്തു. ഫോജന്റെ നിഗൂഢ ആശയം മുഴുവൻ മുഞ്ചന് വെളിപ്പെട്ടു. ചെയ്തുപോയ മഹാപരാധത്തിന് തനിക്ക് ലഭിക്കാവുന്ന ഘോരശിക്ഷ അദ്ദേഹം മനസ്സിൽ കണ്ടു. അദ്ദേഹം എന്തെന്നില്ലാതെ പശ്ചാത്തപിച്ചു. ഊണിനാസ്ത കുറഞ്ഞ് നിദ്ര നിശയെങ്കിൽ പോലും ഇല്ലാതെയായി എന്ന മട്ടിൽ അദ്ദേഹം കൊടും വ്യാകുലതയിൽ ദിനരാത്രങ്ങൾ കഴിച്ചു. ഒടുവിൽ വീണ്ടും മന്ത്രിയെ വരുത്തി താൻ ചെയ്തു പോയ ഘോര അപരാധത്തിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ആരാഞ്ഞു. മന്ത്രി ആശ്വാസവചസ്സുകളാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അറിയിച്ചു, അല്ലയോ പൊന്നു തിരുമേനി, അവിടുന്ന് ആശ്വസിച്ചാലും നാം എത്ര പശ്ചാത്തപിച്ചാലും വധിക്കപ്പെട്ട രാജകുമാരന്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുക സാധ്യമല്ല. എങ്കിലും അടിയന്റെ പഴമനസ്സിൽ ആശയം തോന്നുന്നുണ്ട്. അടിയന്റെ കുപ്പപ്പാട്ടിൽ ഒരു സന്യാസി വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളും കൃത്യങ്ങളുമെല്ലാം അദ്ദേഹം ദിവ്യശക്തികളുള്ള ഒരു മഹാത്മാവാണെന്ന് വിശ്വസിക്കാൻ ഇടതരുന്നു. നാം മനഃപൂർവ്വമല്ലാതെ ചെയ്തു പോയ ഘോരാപരാധത്തിന്റെ പാപപരിഹാരത്തിന് മാർഗനിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന് അടിയന് ഒരാശ തോന്നുന്നു. ഏതിനും അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അടിയന്റെ പഴമനസ്സിൽ ഉദിക്കുന്നില്ല. തിരുമേനി അനുഭവിക്കുന്നതിൽ 10 മടങ്ങ് വ്യഥയാണ് തൃപാദഭക്തനായ അടിയൻ അനുഭവിക്കുന്നത്. ഇപ്രകാരം നയോപായ ചതുരതയോടുകൂടി അറിയിച്ച ശേഷം രാജാവിന്റെ പ്രതികരണം അറിയാൻ കാത്തുനിന്നു. ഈ അഭിപ്രായം രാജാവിന് എത്രയും സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് മന്ത്രി അപ്പോൾ തന്നെ രാജസന്നിധിയിൽ നിന്ന് വിടവാങ്ങിപ്പോയി. അടുത്ത പ്രഭാതത്തിൽ തന്നെ സന്യാസിയുമായി കൊട്ടാരത്തിൽ വന്നു ചേർന്നു. മുഞ്ചൻ
സകല വസ്തുതകളും സന്യാസിയെ ധരിപ്പിച്ചു. കാര്യഗൗരവബോധം നിതരാം പ്രസ്ഫുരിക്കുന്ന മുഖഭാവത്തോടുകൂടി സന്യാസി രാജവചനങ്ങൾ ശ്രവിച്ചു. അദ്ദേഹത്തിന്റെ വചനം അതീവ ഗംഭീരമായി തീർന്നു. വളരെ നേരം ചിന്താഗ്രസ്തനായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ ഗൗരവമേറിയതാണ് പ്രശ്നം, എങ്കിലും ശ്രമിച്ചു നോക്കാം. എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗൗരവമേറിയ ഒരു ഹോമകർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്ന ഒരുക്കങ്ങളെല്ലാം ഉടനടി നിർവഹിക്കണം. അനന്തരം സന്ദർഭ ഗൗരവത്തിന് അനുസൃതമായ ഗാംഭീര്യം മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് സന്യാസി അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. രാജാജ്ഞ അനുസരിച്ച് ഹോമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം മന്ത്രി യഥായോഗ്യം നിർവഹിച്ചു. സന്യാസി നിശ്ചയിച്ച സ്ഥലത്തും സമയത്തും തന്നെ ഹോമകർമ്മം ആരംഭിക്കുകയും ചെയ്തു. ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ചാണ് കർമ്മങ്ങൾ നടത്താൻ സന്യാസി നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ച് രാജാവും മന്ത്രിയും കാലേ കൂട്ടി തന്നെ അവിടെ സന്നിഹിതരാവുകയും ചെയ്തു. സന്യാസിയുടെ നിർദ്ദേശാനുസരണമുള്ള മാന്ത്രിക കർമ്മങ്ങളും മറ്റും നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി ഭോജകുമാരനോടൊന്നിച്ച് യാഗസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. മുഞ്ചൻ ആഹ്ലാദചിത്തനായി ഭോജകുമാരനെ ഗാഢാശ്ലേഷം ചെയ്ത് തൻ്റെ പ്രീതിവാത്സല്യങ്ങൾ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന് യാതൊരുവിധ സംശയങ്ങളും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ യാഗത്തിൻ്റെ സൂത്രധാരിത്വം വഹിച്ചത് മന്ത്രിയും പ്രധാന കാർമ്മികത്വം വഹിച്ചത് സന്യാസി വേഷധാരിണിയായ മന്ത്രിപത്നിയുമായിരുന്നു എന്ന വസ്തുത ആരറിയുന്നു? തുടർന്ന് അല്പദിവസത്തിനുള്ളിൽ ഭോജകുമാരൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. മുഞ്ചൻ്റെ വിസ്മയകരമായ അഭിവൃദ്ധിയിലും ശക്തിയിലും അസൂയാലുവായി തീർന്ന ത്രികലിംഗരാജനായ തൈലപൻ അദ്ദേഹത്തെ കീഴടക്കുവാൻ പല ആക്രമണങ്ങളും നടത്തി. പക്ഷേ യുവാവായ ഭോജരാജൻ്റെ അമാനുഷികമായ ആയോധന വൈദഗ്ധ്യത്താൽ അവയെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒടുവിൽ ഒരു ഗൂഢതന്ത്രം പ്രയോഗിച്ച് തൈലപൻ മുഞ്ചനെ തടവുകാരനായി പിടിച്ചു. അവിചരേണ അദ്ദേഹം തടവിൽ കിടന്നു തന്നെ മരണമടയുകയും ചെയ്തു. ഈ വസ്തുത ഭോജരാജന്റെ ഹൃദയത്തിലെ രോഷാഗ്നി ഉജ്ജ്വലിപ്പിച്ചു. എന്തു വില കൊടുത്തും തൈലവനെ കീഴടക്കി പ്രതികാരം നിർവഹിക്കുന്നതാണെന്ന് അദ്ദേഹം ഉഗ്രശപഥം ചെയ്യുകയും ചെയ്തു. അതിനുവേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സൈന്യത്തെ ശേഖരിച്ച് അദ്ദേഹം ത്രികലിംഗ രാജ്യം ആക്രമിച്ചു. തുടർന്നുണ്ടായ ഘോര സമരത്തിൽ തൈലവൻ വധിക്കപ്പെടുകയും ഭോജരാജൻ ത്രികലിംഗ രാജ്യം പിടിച്ച് തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. തുടർന്ന് ഭോജരാജൻ ഒരു ദിഗ്വിജയം തന്നെ നടത്തി. സമീപസ്ഥങ്ങളായ പല രാജ്യങ്ങളും അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ച് രാജ്യവിസ്തൃതി സാധിച്ച് സാമ്രാജ്യാധിപൻ എന്ന പേർ ആർജിച്ചു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ പേർ ധർമ്മപുരി എന്നായിരുന്നു. അഖില ശാസ്ത്ര പാരവാര പരംഗതനായ ഭോജൻ തൻ്റെ രാജ്യത്തെ ധർമ്മശാസ്ത്ര വിധികളിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാതെ ഭരണം നടത്തി ചുരുങ്ങിയ കാലം കൊണ്ട് മാതൃകാ ചക്രവർത്തി എന്ന പേരും പെരുമയും ആർജിച്ചു. ചക്രവർത്തിയുടെ ആജ്ഞകൾ ശിരസ വഹിക്കുന്നതിൽ നിതാന്ത ശ്രദ്ധാലുവായിരുന്ന പ്രധാനമന്ത്രി നീതിവാക്യൻ്റെ ഭരണത്തിൽ ഭോജ സാമ്രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു പാഞ്ഞു. ഒരു ദിവസം ചക്രവർത്തി തൻ്റെ മന്ത്രിയെ ആളയച്ചു വരുത്തി ഒരു നായാട്ട് നടത്താനുള്ള തൻ്റെ ആഗ്രഹം അറിയിച്ചു. അതനുസരിച്ച് നീതിവാക്യൻ നായാട്ടിനുള്ള സകല ഒരുക്കങ്ങളും വൻതോതിൽ നിർവഹിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ മന്ത്രിസമേതനായി സകലവിധ രാജകീയ പരിവാരങ്ങളോടും കൂടി നായാട്ടിന് പുറപ്പെടുകയും ചെയ്തു. അവർ ഘോര കാന്താരത്തിലേക്ക് പ്രവേശിച്ച് വന്യമൃഗങ്ങളെ യഥേഷ്ടം വേട്ടയാടി. നായാട്ടുകാരുടെ ആർപ്പുവിളികളും കുഴൽവിളികളും കാനനത്തിലെങ്ങും മറ്റുലി കൊണ്ടു. മൃഗരാജനായ സിംഹം പോലും രാജാതിരാജനായ ഭോജന് കീഴടങ്ങി. അങ്ങനെ വിജയശ്രീലാളിതനായ ഭോജനും പരിവാരങ്ങളും തികഞ്ഞ സംതൃപ്തിയോടുകൂടി തലസ്ഥാന നഗരിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. വഴിമധ്യേ അവർക്ക് ശരവണഭട്ടൻ എന്ന ഒരു ബ്രാഹ്മണന്റെ ചോളവയലുകൾ കടന്നു പോകേണ്ടിയിരുന്നു. ഭട്ടൻ വയലിൻ്റെ മധ്യത്തിലായി ഒരു ചട്ടക്കൂടിന്മേൽ ഒരു ഏറുമാടം കെട്ടിപ്പടുത്ത് അതിലിരുന്നു കൊണ്ട് കാവൽ നിർവഹിക്കുകയായിരുന്നു. മൃഗയാഹേതുവായി ക്ഷീണിച്ച് തളർന്നു വരുന്ന രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട് ഭട്ടൻ അവരെ അരികിൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അത്യന്തം ക്ഷീണിതരായി കാണപ്പെടുന്നല്ലോ. വലിയ വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും. ഇതാ ഈ ഇളം ചോളമണികൾ യഥേഷ്ടം ഭുജിച്ചു കൊള്ളുക.
അടുത്ത് തന്നെ വെള്ളരി വള്ളികൾ സമൃദ്ധിയായി കാഴ്ച കിടക്കുന്നു. നിങ്ങൾ അതെല്ലാം യഥേഷ്ടം ഭുജിച്ച് പൈതാഹശാന്തി വരുത്തിയാലും. ബ്രാഹ്മണന്റെ ഏറ്റവും ഉദാരമായ ക്ഷണം കേട്ട് രാജാവ് അതിയായി സന്തോഷിച്ചു. ചോളവും വെള്ളരിക്കായ്കളും യഥേഷ്ടം ഭുജിച്ചു കൊള്ളുവാൻ അദ്ദേഹം അനുചരന്മാർക്ക് അനുമതി നൽകുകയും ചെയ്തു. അതനുസരിച്ച് അവർ ഭക്ഷണ സാധനങ്ങൾ യഥേഷ്ടം ഭുജിച്ചുകൊണ്ടിരിക്കവേ ബ്രാഹ്മണൻ ഏറുമാടത്തിൽ നിന്നിറങ്ങി അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് വന്നു. വയലിൽ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കാട്ടുപറവകളെ ഓടിക്കുവാൻ വേണ്ടി അത്യുച്ചത്തിൽ അലറിക്കൊണ്ട് അയാൾ ഭോജരാജന്റെ അനുചരന്മാരുടെ നേരെ തിരിഞ്ഞു. എന്തധികാരത്തിലാണ് നിങ്ങൾ എൻ്റെ വയലിൽ കടന്നു വന്ന് എൻ്റെ വെള്ളരിക്കായ്കളും ചോളമണികളും അപഹരിക്കുന്നത്? ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ ആരുമില്ലെന്നോ? ഉഗ്രസ്വരത്തിലുള്ള ഈ കുറ്റാരോപണം നീതിനിഷ്ഠയിൽ അദ്വിതീയനായ രാജാവിനെ അത്യധികം വേദനിപ്പിച്ചു. തൽക്ഷണം വയലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ അദ്ദേഹം തൻ്റെ അനുചരന്മാർക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഈ വാക്കുകൾ കേട്ട ഉടൻ ബ്രാഹ്മണൻ തൻ്റെ ഏറുമാടത്തിലേക്ക് തിരിച്ചുപോയി. പൂർവ്വസ്ഥലത്ത് ഇരുന്ന ഉടൻ അദ്ദേഹത്തിൻ്റെ സ്വരവും മുഖഭാവവും മാറി. അദ്ദേഹം ഭോജനോട് ചോദിച്ചു, അല്ലയോ ബഹുമാന്യനായ പതിഹ്യൻ, അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ ചോളവും വെള്ളരിക്കായ്കളും ഭുജിക്കാത്തത്? അങ്ങയുടെ അനുചരന്മാരും വയലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഭാവിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിഭവങ്ങൾ ഹിതകരമായില്ലെന്ന് വരുമോ? ഈ വിചിത്രകരമായ വാക്കുകൾ കേട്ട ഭോജരാജൻ തൽക്ഷണം മന്ത്രിയായ നീതിവാക്യന്റെ നേർക്ക് തിരിഞ്ഞു. അല്ലയോ മന്ത്രി പുങ്കവ, ആ ബ്രാഹ്മണൻ ഏറുമാടത്തിലിരുന്നപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴും നമ്മോട് പെരുമാറിയ രീതിയിലുള്ള അന്തരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു പ്രഭു, നീതിവാക്യൻ പ്രതിവചിച്ചു. ശരി, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് പ്രഭു? അടിയൻ ഒന്ന് ഊഹിക്കുന്നു. ആ ഏറുമാടത്തിന്റെ ചുവട്ടിലുള്ള ഭൂമിയിൽ എന്തോ അത്ഭുത രഹസ്യം അടങ്ങിയിരിക്കണം. അയാളുടെ മുഖഭാവത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ അന്തരങ്ങൾക്ക് അടിയൻ മറ്റൊരു ഹേതുവും കാണുന്നില്ല. നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നു. കുറെ സമയം ഗാഢചിന്തയിൽ ആമഗ്നനായിരുന്ന ശേഷം രാജാവ് കൽപ്പിച്ചു, തിരുവുള്ളമുണ്ടായി അനുമതി നൽകുന്ന പക്ഷം അടിയൻ ആ സ്ഥലം കൂലങ്കഷമായി പരിശോധിച്ച് ബ്രാഹ്മണന്റെ വിചിത്രതരമായ പെരുമാറ്റ ഭേദങ്ങൾക്കുള്ള ഹേതു കണ്ടുപിടിക്കാം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഭട്ടനെ അരികിൽ വിളിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങളുടെ വിളവുകൾക്ക് കേടുവരുത്തിയതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. അതിലേക്ക് ഉദാരമായ പരിഹാരം ചെയ്യുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എത്രയോ കൂടുതൽ ഫലഭൂയിഷ്ഠമായ ഭൂമിയും മറ്റ് അമൂല്യമായ പാരിതോഷികങ്ങളും ഞാൻ നൽകുന്നതാണ്. പകരം ഈ വയൽ എനിക്ക് നൽകണമെന്ന് മാത്രം. എന്തു പറയുന്നു? ബ്രാഹ്മണൻ ഏറെ നേരം ഗാഢചിന്തയിൽ ആമഗ്നനായി നിലകൊണ്ടു. അനന്തരം പ്രാർത്ഥനയിൽ എന്നോണം അഞ്ജലിബദ്ധനായി നിലകൊണ്ട് അയാൾ പറഞ്ഞു, അല്ലയോ മഹാപ്രഭു, അങ്ങയുടെ അഭിലാഷം അതാണെങ്കിൽ ഞാൻ അതിന് തടസ്സം പറയുന്നില്ല. പ്രഥമ ദർശനത്തിൽ തന്നെ മാന്യനും സംപൂജ്യനെന്നും തോന്നിപ്പിക്കുന്ന അങ്ങയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രാജാവ് ഉടൻ തന്നെ തൻ്റെ വാഗ്ദാന പ്രകാരമുള്ള വസ്തുവകകൾ ബ്രാഹ്മണന് നൽകുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. പകരമായി ആ വിളയും പരിസരങ്ങളും ഏറ്റുവാങ്ങുവാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബ്രാഹ്മണൻ താൻ പ്രതീക്ഷിച്ചതിൽ എത്രയോ കൂടുതൽ വസ്തുവകകളും അമൂല്യങ്ങളായ നിരവധി പാരിതോഷികങ്ങളും ഏറ്റുവാങ്ങി പരമസന്തുഷ്ടനായി മടങ്ങുകയും ചെയ്തു. പിന്നീട് ഒട്ടും താമസിച്ചില്ല, ബ്രാഹ്മണന്റെ വിള നിന്നിരുന്ന സ്ഥലം മുഴുവൻ കിളച്ചു മറിക്കുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. ഈ ജോലി വളരെ ദിവസം നീണ്ടുനിന്നു. അങ്ങനെ ഭൂമിയുടെ അന്തർഭാഗങ്ങൾ പരിശോധിച്ചു ചെന്നപ്പോൾ ഒരു ദിവസം ഖനന ജോലിക്കാരുടെ കൂന്താലി ഉറപ്പേറിയ ഒരു ലോഹ ചട്ടക്കൂട്ടിൽ ചെന്ന് തട്ടി നിശ്ചലമായി നിന്നു. രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ പ്രസ്തുത ചട്ടക്കൂട്ടിന് ചുറ്റുമുള്ള മണ്ണ് ശ്രദ്ധാപൂർവം വെട്ടിമാറ്റി. എന്തത്ഭുതം! സ്വർണം പൂശിയതും നവരത്ന ഖചിതവുമായ ഒരു ഗംഭീര സിംഹാസനം. കാലപ്പഴക്കം കൊണ്ട് അതിന്റെ തിളക്കം മന്ദീഭവിച്ചിരുന്നെങ്കിലും അതുകൊണ്ട് അതിന്റെ അഭൗമമായ ഗാംഭീര്യത്തിനും ശില്പകലാ വൈശിഷ്ട്യത്തിനും യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. അതിന്റെ 32 സോപാനപ്പടികളിൽ ഓരോന്നിലും പ്രഥമ ദൃഷ്ടിയിൽ സജീവമെന്ന് തോന്നിപ്പിക്കുന്ന സ്ത്രീരൂപിണിയായ ഓരോ സാലഭഞ്ചിക അഥവാ മരപ്പാവ കാവൽ നിന്നിരുന്നു. അവയുടെ നിർമ്മാണത്തിൽ പ്രകടമായിരുന്ന ശില്പകലാ വൈദഗ്ധ്യം രാജാവിനെ ഹഠാൽ ആകർഷിച്ചു. അത് തേച്ചുമെനുക്കുവാൻ ഉടൻ തന്നെ ശില്പികളെ ഏർപ്പെടുത്തി. വേണ്ട വിധം മിനുക്കിയപ്പോൾ അതിൻ്റെ തിളക്കം മൂലമായി നാനാ ദിഗന്ധങ്ങളും ഉജ്ജ്വലപ്രഭമായി ചമഞ്ഞു.
അനന്തരം അതിനെ തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തൻ്റെ പ്രതാപത്തിനും പ്രൗഢിക്കും ഏറ്റവും അനുയോജ്യമെന്ന് കാണപ്പെട്ട ഈ സിംഹാസനം തൻ്റെ ആസ്ഥാന മണ്ഡപത്തിൽ മാന്യസ്ഥാനത്ത് സ്ഥാപിക്കുവാൻ അദ്ദേഹം ഉടനടി ഏർപ്പാട് ചെയ്തു. അതിൽ ആരോഹണം ചെയ്യുന്നതിന് ജ്യോതിഷികന്മാരും വേദപണ്ഡിതന്മാരും ചർച്ച നടത്തി നിശ്ചയിച്ച മംഗളമുഹൂർത്തം സമാഗതമായി. ഭോജരാജൻ സിംഹാസനാരോഹണം ചെയ്യുവാനുള്ള ഒരുക്കമായി. രാജധാനി മുഴുവൻ മംഗളവാദ്യങ്ങളും ആചാരവെടികളും മുഴങ്ങി. രാജധാനി ഒരു മഹോത്സവത്തിന്റെ പ്രതീതി ഉളവാക്കി. സൈനികർ വർണ്ണോജ്വലമായ വേഷഭൂഷകൾ അണിഞ്ഞ് മാർച്ച് ചെയ്തു. സാമ്രാജ്യപതിന് ഉചിതമായ വേഷഭൂഷകൾ അണിഞ്ഞ് ഉടവാളുമേന്തി ഭോജൻ സിംഹാസനാരോഹണം ചെയ്യുവാൻ ശുഭമുഹൂർത്തത്തിൽ വൈദിക ശിരോമണികളുടെ അകമ്പടിയോടുകൂടി മുന്നോട്ട് വന്നു. അദ്ദേഹം തൻ്റെ വലതുകാൽ പൊക്കി സിംഹാസനത്തിൻ്റെ ആദ്യത്തെ പടിയിൽ വയ്ക്കുവാൻ ആരംഭിച്ചു. തത്സമയം സോപാനത്തിൽ നിന്നിരുന്ന 32 സാലഭഞ്ജികകളും ഏകസ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു. കേവലം പാവകളെന്ന് കരുതപ്പെട്ടിരുന്ന ആ പ്രതിമകൾ മനുഷ്യോചിതമായ സ്വരത്തിലും പരിഹാസരൂപത്തിലും പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിനും പരിജനങ്ങൾക്കും ഉണ്ടായ വിസ്മയവും സംഭ്രമവും പറയാവതല്ല. അവർ ഏറെ നേരം അത്ഭുതപ്പെട്ട് സ്തംഭിച്ചു നിന്നുപോയി. ഇപ്രകാരമുള്ള വിഭ്രാന്തി ഒട്ടു ശമിച്ചപ്പോൾ അതിൽ പരമനിഗൂഢമായ എന്തോ രഹസ്യമുണ്ടായിരിക്കണമെന്ന് ധരിച്ച ഭോജരാജൻ ആ പ്രതിമകളെ അഭിമുഖീകരിച്ച് ബഹുമാനപൂർവം ചോദിച്ചു: അല്ലയോ സാലഭഞ്ജികളെ, നിങ്ങൾ ആരാണ്? മനുഷ്യ സ്ത്രീകളോ ദേവസ്ത്രീകളോ അതോ ഏതോ ദിവ്യശക്തിയിൽ മനുഷ്യ സ്ത്രീകളുടെ ആകാരം പൂണ്ട കേവലം മരപ്പാവകൾ തന്നെയോ? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ സിംഹാസനത്തിൽ കാലുകുത്താൻ തുനിഞ്ഞപ്പോൾ നിങ്ങൾ പരിഹാസ രൂപത്തിൽ എന്നെ നോക്കി ചിരിക്കാൻ കാരണമെന്ത്? ദയവ് ചെയ്ത് നിങ്ങളുടെ യാഥാർത്ഥ്യം വിശദീകരിച്ച് എൻ്റെ ഉത്കണ്ഠ ശമിപ്പിച്ചാലും. ആദ്യത്തെ സോപാനപ്പടിയിൽ നിന്നിരുന്ന വിനോദരഞ്ജിതവല്ലി എന്ന സാലഭഞ്ജിക ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭോജരാജൻ, എൻ്റെ വാക്കുകൾ അവിടുന്ന് സശ്രദ്ധം ശ്രവിച്ചാലും. ഈ സിംഹാസനം ആരോഹണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞു നിർത്തിയതിന് അങ്ങ് ഞങ്ങളോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു. നേരെ മറിച്ച് അങ്ങ് ആ സാഹസത്തിന് തുനിഞ്ഞപ്പോൾ ഞങ്ങൾ നിശ്ചലരായി നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇതിനകം അങ്ങയുടെ ശിരസ് 100 ഖണ്ഡങ്ങളായി ചിതറുമായിരുന്നു. എന്തെന്നാൽ അങ്ങയുടെ സംരംഭത്തിൻ്റെ മാരകമായ സാഹസികതയെപ്പറ്റി അങ്ങ് ഒരു നിമിഷം ചിന്തിച്ചതേയില്ല. അതിലേക്ക് അങ്ങയ്ക്ക് എന്ത് അർഹതയാണുള്ളതെന്ന് സ്വയം ചോദിച്ച് തെറ്റുതിരുത്താൻ ശ്രമിച്ചില്ല. അങ്ങ് രാജാവായിരിക്കാം, രാജാതിരാജനായിരിക്കാം. കടലിലെ തിരകളോട് നിശ്ചലമായി നിൽക്കാൻ ആജ്ഞാപിക്കാനും പർവ്വതങ്ങൾക്ക് സ്ഥാനഭ്രംശം വരുത്താനും അങ്ങയ്ക്ക് അധികാരവും കഴിവുമുണ്ടെന്ന് അഹങ്കരിച്ചേക്കാം. പക്ഷെ അങ്ങയ്ക്ക് തെറ്റിപ്പോയി. ഈ സിംഹാസനത്തിൻ്റെ അത്ഭുത രഹസ്യം ഞാൻ അങ്ങയെ അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങ് ധരിക്കുന്നത് പോലെ വെറും മരപ്പാവകളല്ല, ദേവാംശമായ ഒരുതരം അപ്സരസുകളാണ്. ദിവ്യമായ സിദ്ധികൾ ആർജിച്ചിട്ടുള്ള ഞങ്ങൾക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാകുന്നതല്ല. നിത്യയൗവനം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സിംഹാസനം ദേവനിർമ്മിതമാണ്. കേവലം നരന്മാർക്ക് അവർക്ക് എത്രയ്ക്ക് പ്രതാപശാലികളായിരുന്നാലും ഇതിൽ കാലെടുത്ത് കുത്താൻ അവകാശമില്ല. ദൈവികമായ സിദ്ധിവിശേഷങ്ങളുള്ളവർക്ക് മാത്രമേ ഇത് സ്പർശിക്കുവാൻ പോലും അർഹതയുള്ളൂ. സിംഹാസനത്തിൻ്റെ ദിവ്യമായ ശക്തിവിശേഷങ്ങളെപ്പറ്റി യാതൊന്നും അറിയാതെ അഗ്നിപ്രഭ കണ്ട് അതിൽ ചാടി വെന്തു മരിക്കാൻ തുനിയുന്ന ഇയേലിനെ പോലുള്ള തുച്ഛ നരകീടങ്ങളെ ആ സാഹസിക കൃത്യത്തിൽ നിന്ന് വിലക്കുവാൻ നിയുക്തരാണ് ഞങ്ങൾ. ഇനിയെങ്കിലും അങ്ങ് സ്വയം നാശം കൈവരുത്തരുതെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു. നിങ്ങളുടെ സമയോചിതമായ ഉപദേശത്തിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത്ര വിശിഷ്ടവും ദിവ്യവുമായ ഈ സിംഹാസനത്തിൻ്റെ അത്ഭുത രഹസ്യം എന്നെ അറിയിക്കുവാൻ ദയവുണ്ടാകുമോ? ഈ സിംഹാസനത്തിൽ ആരാണ് വാണരുളിയിരുന്നത്? അദ്ദേഹത്തിൻ്റെ വിശിഷ്ട അപദാനങ്ങൾ എന്തെല്ലാം? ഈ വസ്തുതകൾ വിശദമായി എന്നെ അറിയിക്കുവാൻ ദയവുണ്ടാകണം. അറിയിക്കുന്നുണ്ട്. അതുല്യ പ്രതാപശാലിയും മഹാധർമ്മിഷ്ഠനും നീതിനിരതനും യുദ്ധത്തിൽ അജയ്യനും നാനാദിഗന്ധങ്ങളിലും വ്യാപിച്ച കീർത്തിക്ക് ഉടമയുമായ
വിക്രമാദിത്യ ചക്രവർത്തിയാണ് ഈ സിംഹാസനത്തിൽ വിരാജിച്ചരുളിയിരുന്നത്. വേദശാസ്ത്ര പാരാവാര പാരംഗതനായ അദ്ദേഹത്തിന് തുല്യനായി ഒരു ചക്രവർത്തിയും 56 രാജ്യങ്ങളിലും ഉണ്ടായിട്ടില്ല. അഥവാ 56 രാജ്യങ്ങളിലെ രാജാക്കന്മാരും അദ്ദേഹത്തിന് സമാന്തരന്മാരായിരുന്നു. അങ്ങനെ 2000 വർഷം രാജ്യഭരണം അദ്ദേഹം നടത്തി. അദ്ദേഹം ഭൂലോകത്തിലെ ദേവേന്ദ്രൻ എന്ന ബഹുമതി പട്ടം ആർജിച്ചു. അതാണ് സാക്ഷാൽ വിക്രമാദിത്യൻ. അങ്ങ് അദ്ദേഹത്തിൻ്റെ 1000-ൽ 1 ബുദ്ധിമാനോ പ്രതാപശാലിയോ ആണെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? അങ്ങനെ വ്യാമോഹിക്കുന്നെങ്കിൽ ആ വ്യാമോഹം യാഥാർത്ഥ്യമാക്കാൻ അങ്ങയ്ക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങയ്ക്ക് ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാം. അല്ലാത്ത പക്ഷം ഉടൻ ഇവിടെ നിന്ന് നിഷ്ക്രമിച്ചു കൊള്ളുകയേ വേണ്ടൂ. ഭോജരാജൻ പ്രതിവചിച്ചു. മഹാരാജാതിരാജനായ വിക്രമാദിത്യനെ പറ്റി ഓർമ്മിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെപ്പറ്റിയും ജീവിത ചരിത്രത്തെയും പറ്റി വിശദമായി ഗ്രഹിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. മഹാത്മാക്കളുടെ ജീവിത കഥാകഥനം വക്താവിനും ശ്രോതാവിനും ഒരുപോലെ പുണ്യപ്രദായകമാണല്ലോ. ദിഗന്ത വിസ്തൃതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അത്ഭുത കഥകൾ എന്തെല്ലാമാണ്? വിശദമായി അറിയിച്ചാലും. സാലഭഞ്ജിക പറഞ്ഞു. അങ്ങയുടെ ആഗ്രഹ നിവൃത്തി വരുത്തി തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രാരംഭം മുതൽ തന്നെ തുടങ്ങാം. ദിവ്യന്മാരുടെ ശൈശവം പോലും അത്ഭുത കഥകൾ ഉൾക്കൊള്ളുന്നതായിരിക്കുമല്ലോ. തദനന്തരം അദ്ദേഹത്തിൻ്റെ അത്ഭുത ജീവിത കൃത്യങ്ങളും മഹത്തായ അപദാനങ്ങളും അനശ്വര യശസ്സിന് ഹേതുഭൂതമായ വിശ്രുത നേട്ടങ്ങളും വിശദമായി പറയുന്നുണ്ട്. അങ്ങ് ശ്രദ്ധിച്ച് ജീവിതം ധന്യമാക്കിയാലും. ഇതുവരെ പറഞ്ഞത് ഭോജരാജ ചരിത്രമാണ്. ഇനി ബാക്കിയുള്ള വിക്രമാദിത്യ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഒരു പ്രതിമ ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ശ്രീ മഹാകാല ക്ഷേത്രത്തിന് പുറകുവശത്തായി വിക്രം ടീല എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലുണ്ട്. അവിടെ പോയി അത് കാണാൻ പറ്റുന്നവർക്ക് അത് പോയി കാണേണ്ടതാണ്. വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമയും പിന്നെ മഹാകാല ക്ഷേത്രവും ഒക്കെ അവിടെ കാണാം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പ്രശസ്തമായ മഹാകാല ക്ഷേത്രവും മറ്റ് നിരവധി ക്ഷേത്രങ്ങളുമുള്ള ഒരു പുണ്യനഗരിയാണ് ഉജ്ജയിനി. അത് സന്ദർശിക്കാൻ ഭാഗ്യമുള്ളവർ സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.